നൂറ ടാസ്ക് ശരിക്കും കളിച്ചോ? നൂറ ടാസ്ക് ശരിക്കും കളിച്ചിട്ടില്ല. നൂറയ്ക്ക് ഈ ടാസ്ക് എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? ആ കോയിൻസ് എന്തുകൊണ്ട് കൊടുത്തില്ല? കോയിൻസ് കൊടുക്കണ്ടേ? എന്തിനാ 4 കോയിൻസ് തിരിച്ചയച്ചു. അതായത് 2 ഗോൾഡും 2 ബ്ലാക്കും. ആ 2 ബ്ലാക്ക് എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല? ആ 2 ബ്ലാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ബ്ലാക്ക് യൂസ് ചെയ്ത ആക്ച്വലി ഈ ബ്ലാക്ക് യൂസ് ചെയ്ത നൂറയ്ക്ക് ഈ ടാസ്കും ജയിച്ചു കഴിഞ്ഞാൽ 2 പേരും ഡയറക്റ്റ്ലി നോമിനേഷനിലേക്ക് അയക്കാം. അത് വലിയൊരു പവർ അല്ലേ? നൂറയ്ക്ക് എന്താ മനസ്സിലാവുന്നില്ല ഗെയിമിൻ്റെ അത്? പിന്നെ നിങ്ങൾ കോയിൻ കൊടുക്കാതിരുന്ന ആൾക്കാർ എങ്ങനെ മോട്ടിവേറ്റഡ് ആവും? നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലല്ലേ നിങ്ങളുടെ പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. മാത്രമല്ല അവർ നാളത്തേക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കണം അല്ലേ? അപ്പോൾ നൂറ് ഇത് നല്ല ലാഘവത്തോടെ തന്നെ കൊടുക്കണമായിരുന്നു. ഈവൻ അക്ബറിന് വരെ. അക്ബറിനാണ് ശരിക്കും പറഞ്ഞാൽ അക്ബറിന് നല്ല പവർ ഉണ്ട്. അക്ബറിന്റെ പവർ അനുസരിച്ച് അക്ബറിന് വേണമെങ്കിൽ ഈ ടാസ്കിൽ വിഘ്നം വരുത്താം. അക്ബറിന് കൺട്രോൾ ഉണ്ട്. ആ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ അക്ബറിന് ഡിസൈഡ് ചെയ്യാം ആരെപ്പോ യൂസ് ചെയ്യണം. അങ്ങനെ കുറെ പവേഴ്സ് ഉണ്ട്. അക്ബറിന് അത് മനസ്സിലായില്ലേ? എനിക്കറിയാം അക്ബർ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യാഞ്ഞത്. നൂറ റൂഡായിട്ട് പെരുമാറുമ്പോൾ അത് യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തിരിക്കാം അല്ലേ? അക്ബറിന് അത് മനസ്സിലായിട്ടില്ല. ആർക്കും മനസ്സിലായിട്ടില്ല. അവിടെ ഒരാൾക്കും ടാസ്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സങ്കടം വരും. നല്ല ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ. കുറച്ചൊക്കെ ഹ്യൂമറും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട്, എപ്പോഴും ദേഷ്യപ്പെടണമെന്നില്ല, ഹ്യൂമറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നാക്കാനും പറ്റും. കുറച്ചൊക്കെ അവിടെ വർക്കേഴ്സ് തമ്മിൽ കണ്ടന്റ് ഉണ്ടാക്കാമല്ലോ. അവർക്കും ആക്ട്, ഇപ്പൊ അനുമോളും പ്രവീണും ആക്ട് ഉണ്ടാക്കിയില്ലേ? അവരൊക്കെ ആക്ട് ഉണ്ടാക്കിയില്ല. അതുപോലെ നിങ്ങൾക്കും ആ വർക്കിന്റെ ഇടയ്ക്ക് ആക്ടും കുറെ ഡയലോഗ്സ് ഒക്കെ കൊണ്ടുവരാം. ആരും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നില്ല. പിന്നെ യൂണിയൻ ലീഡറിന് ശരിക്കും പവർ ഉണ്ട്. അപ്പൊ ശരിക്കും നൂറ ചെയ്യേണ്ടത് യൂണിയൻ ലീഡറിനെ സ്വന്തം ഭാഗത്തേക്ക് ആക്കലാണ് ചെയ്യേണ്ടത്, അല്ലാതെ എഗെയിൻസ്റ്റ് നിൽക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാളെ അത് എഗെയിൻസ്റ്റ് ആണ്. മാത്രമല്ല നൂറ അത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് പറഞ്ഞു, എനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇത് തീർത്താൽ വേറെ എന്തോ കാര്യം വരുന്നുണ്ടെന്ന്. പക്ഷെ അങ്ങനെ പറയരുത്. അപ്പൊ അക്ബറിനൊരു ഹിന്റ് കിട്ടും എന്തോ കാര്യം. അതായത് നമുക്ക് ഗുണമായിരിക്കില്ലേ, ചിലപ്പോൾ അവൾക്ക് ഗുണമാണെന്ന് അക്ബറിന് തോന്നി അക്ബർ എഗെയിൻസ്റ്റ് നിൽക്കത്തില്ലേ? നൂറോട് കൺഫ്യൂഷൻ റൂമിൽ വെച്ച് പറഞ്ഞ കാര്യം നൂറ എന്തിനു പുറത്ത് പറയണം? അങ്ങനത്തെ ഒരു ഹിന്റ് പോലെ ഇട്ട് കൊടുക്കരുത്. കുറെ മണ്ടത്തരം നൂറ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ടാസ്ക് ഭയങ്കര ഡ്രൈ ആവുന്ന കാരണം കണ്ടസ്റ്റൻസ് അവരുടെ എഫേർട്ടും അവരുടെ ബ്രില്യൻസും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ദാരിദ്ര്യമുണ്ട്. കണ്ടസ്റ്റൻസ് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല ഒരാളും. അക്ബറിനാണെങ്കിൽ പോലും അക്ബർ ഒരു മ്യൂസിക് ആളാണ്, പക്ഷെ ഒരു കോമഡി രീതിയിലും അത് കൈകാര്യം ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ജിനീഷ് ആണെങ്കിൽ ജിഷിൻ ആണെങ്കിലും ഒരു ആക്ടർ അല്ലേ? കുറച്ചും കൂടി വില്ലൻ മാത്രം വേണ്ടടോ, ഒരു കോമഡിയും കൂടിയൊക്കെ ഇറക്കുക. ഒരു കോമഡിയും ഒരു എന്റർടൈൻമെന്റും കുറച്ച് ഫ്ലേർട്ടിങ്ങും ഒരു ക്യാരക്ടറും കൂടെ പിടിക്കുക. ഓരോന്ന് വരുമ്പോൾ ഒരു ക്യാരക്ടർ പിടിക്കുക. ഇവരൊക്കെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒന്നുമില്ല.